ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് കാലം ഒരുപാട് മനുഷ്യർ പ്രവർത്തിച്ചിട്ടാണ് ഈ പൊതുവേദികളിലെങ്കിലും ജാതിയും മതവും പറയുന്നവരുടെ എണ്ണം നമ്മൾ കുറച്ചത്. പൊതുവെ ഇപ്പോൾ അങ്ങനെ ആളുകളൊന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങളെന്ന് കുമാരനാശനെ കൊണ്ട് പറയിപ്പിച്ച നാടാണിത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റിയ അന്ധകാര യുഗമൊക്കെ അവസാനിച്ച് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാകണം എന്നൊക്കെ ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരു പോലെയുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരെ കണ്ട നാടാണിത്. കേരളം തിരിച്ചു നടക്കുകയാണ്. ഇന്നത്തെ ചില ആൾക്കാരുടെ പ്രസ്താവന കേട്ടപ്പം അങ്ങനെയാണ് തോന്നിയത്. പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ പറഞ്ഞു. എൻ്റെ കുട്ടീനെ മർദ്ദിക്കേണ്ട അതൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്. ഈ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവന്. ബൈക്കിൽ കൊണ്ടാവാത്ത ഇതൊരു സൗന്ദര്യമില്ല. ഇവന് മറ്റു സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒക്കെ ചുരുളിങ്ങ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 100% ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താ, കൊന്നാണ്ട് കെട്ടി തൂക്കിയാന്നുള്ളതാണ്. ആ രീതിയിലാണ് ഞാൻ ചെന്ന് കണ്ടപ്പോൾ. കുട്ടി ഇങ്ങനെ ജനൽമേൽ തൂങ്ങിക്കാണ്. ഒരു പിതാവിൻ്റെ വേദനയാണ് നമ്മൾ കണ്ടത്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം മലയാളി എന്നൊക്കെ നമുക്ക് ഒരു കാലത്ത് എന്ത് അഭിമാനമായിരുന്നു. ഇന്ന് നമുക്ക് ചുറ്റും വരുന്നത് ലജ്ജിപ്പിക്കുന്ന സംഭവങ്ങളാണ്. സംഭവങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല, അത് കേരളത്തിൽ തുടർക്കഥയാകുന്നു. ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഒരു സംഭവം ഉണ്ടായാൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബ്രാൻഡ് ചെയ്ത് മാറ്റിക്കളയാമായിരുന്നു. എന്നാൽ ഇങ്ങനെയല്ല, ഒറ്റപ്പെട്ട സംഭവം തന്നെ തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്. ഏറ്റവും അവസാനം ഈ പിതാവ് പറഞ്ഞ സംഭവമില്ലേ, മലപ്പുറം എളങ്കൂരിൽ 25 വയസ്സുകാരിയായ വിഷ്ണുജ എന്ന യുവതിയുടെ മരണം പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും. ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ കുട്ടി. സ്ത്രീധന പീഡനത്തിനൊപ്പം കടുത്ത അധിക്ഷേപമാണ് ഈ യുവതി നേരിട്ടതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 2 കൊല്ലം പോലും തികയാത്ത ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ വലിയ മാനസിക പീഡനം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് അറസ്റ്റിലായ ഭർത്താവ് പ്രവീൺ വിഷ്ണുജയെ ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല എന്നാണ് ഈ പിതാവ് പറയുന്നത്. സ്ത്രീധനം നിയമം മൂലം നിരോധിച്ചൊരു നാട്ടിൽ ഗാർഹിക പീഡനത്തിന് കടുത്ത ശിക്ഷകളുള്ളപ്പോൾ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. പെൺകുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സന്തോഷമില്ലാത്ത ജീവിതത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ ഒരു കാരണവശാലും തുടരരുത്. ആത്മഹത്യ കൊണ്ട് സ്വയം ശിക്ഷിക്കുകയും ചെയ്യരുത്. ഒപ്പം അവരുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യവും പിന്തുണയും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. വിദ്യാസമ്പന്നനെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇനിയും തലകുനിക്കേണ്ടി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈം വിത്ത് സ്കെയിനിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യമാണ് ഇത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കുറ്റവാളി ഭാര്യയെ പീഡിപ്പിക്കുന്നു, അതിന് അയാൾ അറസ്റ്റ് ഉണ്ടാകുന്നു, കുറച്ച് കഴിയും നമ്മൾ ആ സംഭവം മറന്നു പോകുന്നു. പിന്നെയും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ക്ഷമാശീലമാണോ അതോ നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ അവർ രക്ഷപ്പെട്ടു പോവുകയാണോ അറിയില്ല. എളങ്കൂരിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ന് ഭർത്താവ് പ്രഭിൻ അറസ്റ്റിലായി. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, സ്ത്രീ പീഡനം അടക്കമുള്ള കുറേ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. സൗന്ദര്യം കുറവാണ് എന്നാരോപിച്ച് വിഷ്ണുജയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നതായി കുടുംബം പറയുന്നു. മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ പിതാവ് പറയുന്നത് കേട്ടിട്ട് തന്നെ വലിയ വിഷമം തോന്നുന്നു, പറയൂ. അതെ എസ്, ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിലാണ് നമ്മൾ ഈ പിതാവിൻ്റെ ആരോപണങ്ങളും പരാതികളും എല്ലാം തന്നെ നമ്മൾ 24-ലൂടെ പുറത്തുവിടുന്നത്. പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ മഞ്ചേരി പോലീസ് ഈ പ്രഭിനെ വീട്ടിലെത്തിക്കൊണ്ട് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പ്രതി നിലവിലുള്ളത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. പ്രതിയുടെ അറസ്റ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം തന്നെ ഈ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നാളെയായിരിക്കും പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇത് പ്രധാനമായും ഈ മരിച്ചിരിക്കുന്ന ഈ വിഷ്ണുജയുടെയും ഒപ്പം തന്നെ പ്രതിയുടെയും മൊബൈൽ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. പ്രധാനമായും പോലീസ് ഇതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രഭിന്റെ ബന്ധുക്കളെ ഈ പോലീസ് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജയെ എളങ്കൂരിലെ പ്രഭിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ ബന്ധുക്കൾ കാണുന്നത്. പിന്നീട് ഈ ആരോപണവുമായി ഇവരുടെ കുടുംബം രംഗത്ത് വരികയായിരുന്നു.
പ്രധാനമായും പറഞ്ഞത് ഈ പെൺകുട്ടി സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് നിരന്തരമായി ഈ പ്രബിൻ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നു. ഈ പെൺകുട്ടിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. അങ്ങനെ തുടർച്ചയായുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്കൊടുവിലാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ പൊലിഞ്ഞത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ പീഡനം തുടങ്ങിയിട്ടും ഈ പെൺകുട്ടി വീട്ടിൽ പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം തനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയും, വീട്ടിൽ പ്രായമായ തൻ്റെ മാതാപിതാക്കളെ അറിയിക്കാതെ താൻ ഒറ്റയ്ക്ക് ഇത് പരിഹരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സുഹൃത്തുക്കളോട് എല്ലാവരോടും തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ പെൺകുട്ടി പങ്കുവച്ചിരുന്നു. പിന്നീട് മരണശേഷമാണ് ഈ സുഹൃത്തുക്കൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ ബന്ധുക്കളെ അറിയിക്കുന്നത്. അവർ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഇത്രയും ബോൾഡായ ഇത്രയും ആത്മവിശ്വാസമുള്ള ഈ ഒരു പെൺകുട്ടി ഒരു ആത്മഹത്യയിലേക്ക് പോകുമെന്ന് ഒരിക്കലും തന്നെ സുഹൃത്തുക്കളോ കുടുംബമോ കരുതിയിരുന്നില്ല. അങ്ങനെ ഈ തൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ഈ പെൺകുട്ടി പലപ്പോഴായി ഈ പരാതികളൊന്നും തന്നെ പറയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഈ വലിയ പീഡനമാണ് ഈ ഭർത്തൃ വീട്ടിൽ പെൺകുട്ടി നേരിട്ടത്. പലപ്പോഴും ഈ വയ്യാതെ കിടക്കുമ്പോൾ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒന്നും തന്നെ ഈ പ്രബിനോ മറ്റുള്ളവരോ തയ്യാറായിരുന്നില്ല. ഭക്ഷണം പോലും നേരെ കിട്ടിയിരുന്നില്ല. കടുത്ത ശാരീരിക ഉപദ്രവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ കാണാനൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ടൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ കുടുംബത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അന്വേഷണ സംഘം കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. ഏതായാലും ഒരു മാസത്തിനിടെ മലപ്പുറത്ത് നിന്ന് മാത്രം 2ാം തവണയാണ് ഈ സൗന്ദര്യത്തിന്റെ പേരിൽ പീഡിപ്പിച്ചതിന് പിന്നാലെ ഒരു ആത്മഹത്യ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എസ്കേൻ. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കുട്ടി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കില്ല, അവരെ വിളിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ചെറിയ കേസുകളാണ്. മിക്ക കേസുകളിലും ഈ മാതാപിതാക്കളൊക്കെ അന്വേഷിക്കും. പ്രത്യേകിച്ച് പെൺമക്കളെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നല്ല ടെൻഷൻ. അവിടെ പോയി കുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ, ഭർത്താവുമായിട്ട് സ്വൈര്യ ജീവിതമുണ്ടോ, അമ്മായിമ്മ ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് ഉത്കണ്ഠപ്പെട്ട് അവരെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കെട്ടിച്ചയക്കുന്ന പെൺകുട്ടികൾ തന്നെ വീട്ടിലൊന്നും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുറേ കാലം ഇത് മൂടി വയ്ക്കും. പറയത്തില്ല, പുറത്ത് പറയത്തില്ല, ആരും അറിയില്ല ഈ കിടപ്പറയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ആരും അറിയാതെ പോകും. അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ അവർ സ്വയം ഏറ്റുവാങ്ങും. അവസാനം ഒരു ചാൺ കയറെടുത്ത് വെച്ച് ചിലപ്പോൾ അവസാനിപ്പിച്ച് കളയും. നമുക്ക് അവരോട് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾ ആത്മഹത്യയുടെ വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് നിയമത്തിൻ്റെ വഴികളുണ്ട്, അതാദ്യം നോക്കണം. മാതാപിതാക്കളോട് അവരുടെ വഴികളും നോക്കണം. ഇപ്പോൾ ഒരു വാർത്ത പ്രതീക്ഷ അറിയിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു റിമാൻഡിലായി എന്നുള്ള വാർത്തമാണ്. ബാലരാമപുരത്തെ ശ്രീതു ആ കുട്ടിയുടെ അമ്മയാണ്. 2.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ച സംഭവം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 14 ദിവസത്തേക്ക് നെയ്യാറ്റിങ്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശ്രീതുവിനെ ഉടൻ തന്നെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റും എന്ന് അറിയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ ഉന്നത കുല ജാഥ വന്നാൽ ആ വിഭാഗത്തിന് ഉയർച്ചയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. ഗോത്രവർഗ വിഭാഗത്തിൻ്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിവാദമായതോടെ ആ പ്രസ്താവന സത്വരം അദ്ദേഹം പിൻവലിച്ചു. പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കേരളത്തിലിപ്പോൾ ഉയരുന്നത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ വകുപ്പ് ചുമതലയിൽ വരണം. ഇതുപോലെ തിരിച്ചും വേണം. എന്നാൽ മാത്രമേ ആ മേഖലകൾക്ക് ഉന്നമനം ഉണ്ടാകൂവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. വിവാദമായതോടെ പഴി മാധ്യമങ്ങൾക്ക്. വാക്കുകൾ വളച്ചൊടിച്ചു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സുരേഷ് ഗോപി. ഈ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തിക്കളയാൻ, അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ തുടരും. പരാമർശം തരംതാണ സമീപനമെന്ന് NDA സഖ്യകക്ഷിയും JRP നേതാവുമായ CK ജാനു. അത്തരമൊരു സംഭാഷണം നടത്തിയതുപോലെ ഒരു തരംതാണ രീതിയിലുള്ള ഒരു സമീപനമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ശരിക്കും പറയാനുള്ളത്. സുരേഷ് ഗോപിയുടേത് നിലവാരമില്ലാത്ത പ്രസ്താവനയെന്ന് മന്ത്രി OR കേളു. ഇത് മാത്രമല്ല, കുറെ കാലമായിട്ട് അദ്ദേഹം ഈ നിലവാരമില്ലാത്ത പ്രസ്താവന തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനോടൊന്നും വിവരമുള്ള ആൾക്കാർ പ്രതികരിക്കില്ല. കേന്ദ്രമന്ത്രി ചാതുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ
യാദൃച്ഛികമല്ല, അത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇതാണ് ബി ജെ പി ചതുർവർണ്ണത്തിൻ്റെ കാവൽക്കാരാണ്. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാതെയുള്ള പ്രതികരണം അപമാനകരമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PM.A. സലാം പ്രതികരിച്ചത്. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്നായിരുന്നു പ്രസ്താവന പിൻവലിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ വിശദീകരണം. 24 ഡൽഹി. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പിന്നാലെ സഹമന്ത്രി ജോർജ് കുര്യന്റെ കേരളത്തിനെതിരായ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണോ കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇന്ന് ചോദിച്ചു. ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസും ജോർജ് കുര്യൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവും ഇന്ന് ആവശ്യപ്പെട്ടു എന്ന് മറ്റൊരു വാർത്ത. ബജറ്റിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് രംഗത്ത് വന്നത് കൗതുകമായി. കേരളം വയനാട് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പാക്കേജുകൾക്കായി ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപ. ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളും കേരളത്തിനില്ല. ഈ സാഹചര്യത്തിലാണ് ബജറ്റിനെതിരെ CPIM-ഉം കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തിയത്. ബജറ്റിനെ ന്യായീകരിക്കാൻ ജോർജ് കുര്യൻ നടത്തിയ പരാമർശവും വിവാദമായി. കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിലെ BJP നേതാക്കൾക്ക് കേരള വിരുദ്ധ നിലപാടെന്ന M.V. ഗോവിന്ദൻ. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിനു മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലയിലേക്ക് താഴാനല്ല കേരളം ഉദ്ദേശിക്കുന്നതെന്ന് MP രാജേഷ്. കേരളം ഈ മികവ് നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് എത്താനല്ല, അവരുടെ സ്ഥിതിയിലേക്ക് താഴാനല്ല. കേരളം കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജോർജ് കുര്യൻ മനസ്സിലാക്കേണ്ടത്. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രസ്താവന പിൻവലിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. മന്ത്രി VN വാസവനും CPIM നേതാവ് EP ജയരാജനും ജോർജ് കുര്യനെതിരെ രംഗത്തെത്തി. ഇതിനിടെ ബജറ്റിനെ പിന്തുണച്ചും കേരളത്തെ വിമർശിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിന് ഒരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ബജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടാതിരുന്നതിന് ഇവർക്ക് മറുപടി പറയാൻ ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ പുതിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവർ കേരളത്തിലെത്തുമ്പോൾ മറുപടി പറയേണ്ടി വരില്ലേ എന്നൊരാലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. KPCC പ്രസിഡന്റ് മാറ്റ ചർച്ചകൾ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഭാരവാഹി തലത്തിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അധ്യക്ഷനെ മാറ്റാനുള്ള ഒരു ചർച്ചയും ഒരിടത്തും നടക്കുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണം. പല കാര്യങ്ങളും തുറന്നു പറയാത്തത് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തിരിച്ചടിക്കും എന്ന് കരുതി മാത്രമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ചില മാറ്റങ്ങൾ വേണമെന്നും KPCCയുടെ ഭാരവാഹികളിൽ ചില മാറ്റങ്ങൾ വേണമെന്നൊക്കെയുള്ള ആലോചന പല കേന്ദ്രങ്ങളിലായി നടക്കുന്നുണ്ട്. അത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ളൊരു ആലോചന എവിടെങ്കിലും നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഒരു തരത്തിലും കോൺഗ്രസ്സിന് പോറലേൽക്കുന്ന ഒരു പ്രഖ്യാപനവും ആരുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിനെ, അതിൻ്റെ പ്രോസ്പെക്ടസിനെ സാരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പറയാത്തത്. സാജു കാവുമ്പുറം പറയുന്നു, SKN കുറച്ച് ദിവസമായി അങ്ങയുടെ കണ്ണ് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇന്ന് കോറിഡോറിലൂടെ അങ്ങ് നടന്നു വരുമ്പോൾ കണ്ണ് ഓക്കെ ആയിരുന്നു. സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ കണ്ണ് ഇടുങ്ങി. അവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നമാണോ കണ്ണ് ഇറുകി പോകുന്നത്? കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. താങ്കളുടെ ഇത് എൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടക്കുന്നു മനസ്സിലായപ്പം ആ കാര്യം പറഞ്ഞിട്ട് തന്നെ അടുത്ത കാര്യം എന്ന് വിചാരിച്ചു. ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തിരുമണം തത്സമയം ചേരുകയാണ്. ദീപക്, രാജ്മോഹൻ ഉണ്ണിത്താൻ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രഹസ്യങ്ങളുടെ ഒരു കലവറയാണോ ആ മനസ്സ്?
അങ്ങനെ തന്നെ വേണം SKN കരുതാൻ. കാരണം പലതും തുറന്നു പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല പലതും പറയാനുണ്ട്, അത് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുന്നത് കൊണ്ടാണ് പലതും പറയാത്തത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് കാസർഗോഡ് വെച്ച് 24 പറഞ്ഞത്. മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCC പ്രസിഡന്റ് മാറ്റത്തിൻ്റെ ചർച്ചകളെ ആകപ്പാടെ തള്ളുകയാണ്. മാത്രവുമല്ല കെ സുധാകരൻ തുടരുമെന്നത് തന്നെ സൂചന നൽകിക്കൊണ്ട് പറയുകയാണ് പ്രസിഡന്റ് മാറ്റത്തിൻ്റെ ചർച്ച ഒരു തലത്തിലും നടക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് KPCC ഭാരവാഹികളുടെ മാറ്റത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ DCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റ് മാറ്റത്തിൻ്റെയും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ SKN വളരെ കൃത്യമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കെ സുധാകരൻ MP തന്നെ KPCC പ്രസിഡന്റായി തുടരും. ഏതെങ്കിലും മാറ്റ സാധ്യത, വിദൂര സാധ്യതയില്ല. മാത്രവുമല്ല അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് നടത്തുന്ന ചർച്ചകൾ KPCC ഭാരവാഹികളുടെ മാറ്റത്തെക്കുറിച്ച് മാത്രമാണ്. അതായത് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വെടിനിർത്തലായി തൽക്കാലം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സഹകരിച്ചു പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ തുടരും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ ചർച്ചകളെല്ലാം തള്ളിക്കൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. SKN മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെരിയ കൂട്ടക്കൊല കേസിൽ അപ്പീൽ വൈകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിയമവിദഗ്ധരുമായുള്ള ചർച്ച നടക്കുകയാണ്, പോകുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ കാസർഗോഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ പരാമർശം കൂടി ഇന്ന് 24 രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തി. SKN. താങ്ക് യു ദീപക് തർമ്മണം. അലീഷ് പറയുന്നു അരിയില്ലാത്ത റേഷൻ കട, മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജ്, മൊബൈൽ വെട്ടത്തിൽ ഓപ്പറേഷൻ ചെയ്ത താലൂക്ക് ആശുപത്രി എല്ലാമുള്ള കേരളത്തെ പിന്നാക്കം എന്ന് പറഞ്ഞത് ആരായാലും അവർ വെറുതെ വിടരുത് എന്നാണ് പറയുന്നത്. ആ പരിഹാസം എനിക്കിഷ്ടമായി. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ RJD നിലപാട് കടുപ്പിക്കുകയാണ്. LDF നയമാണ് മന്ത്രിസഭ നടപ്പാക്കേണ്ടതെന്ന് സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. മുന്നണി യോഗം തീരുമാനമെടുക്കും വരെ നടപടികൾ നിർത്തിവെക്കണമെന്നും വർഗീസ് ജോർജ് ഇന്ന് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ എതിർപ്പുകളെ മറികടന്ന് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിൽ നിന്നു തന്നെ ശബ്ദമുയരുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതുവരെ ബ്രൂവറി പദ്ധതി നിർത്തിവെക്കണം, മുന്നണിയുടെ നയങ്ങളാണ് മന്ത്രിസഭ നടപ്പിലാക്കേണ്ടതെന്നും മന്ത്രിസഭയുടെ നയങ്ങൾ LDF അംഗീകരിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജിന്റെ പ്രതികരണം. ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോഴും ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ അത് ചർച്ച ചെയ്യണം. എന്നാൽ ഈ എക്സൈസ് പോളിസി LDFിൽ ചർച്ച ചെയ്തിട്ടില്ല. LDF യോഗത്തിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ എലപ്പുള്ളിയിലെ ഈ ബ്രൂവറി പ്രൊജക്റ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്തിവെക്കണം. 2, എത്രയും പെട്ടെന്ന് LDF യോഗം വിളിച്ചു കൂട്ടണം. പദ്ധതിയെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കാനാണ് RJD സംസ്ഥാന സമിതിയുടെ തീരുമാനം. പാർട്ടിയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ എലപ്പുള്ളിയിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങാനാണ് തീരുമാനം. അതേസമയം മുന്നണിയിൽ നിന്ന് എതിർപ്പുകൾ ഉയരുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് CPIM തീരുമാനം. വിമർശനങ്ങൾ ഒറ്റപ്പെട്ടതെന്ന നിലപാടാണ് പാർട്ടിക്ക്. 24 തിരുവനന്തപുരം. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി ഫറൂഖിലെ അബ്ദുൾ റഹീമിന്റെ മോചനം നീണ്ടുപോകുന്നു. കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായ 7ാം തവണയും ഇന്ന് റിയാദിലെ കോടതി മാറ്റിവെച്ചു. ഈ മാസം 13-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്കായിരിക്കും ഇനി ഈ കേസ് പരിഗണിക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും എന്താണെന്നറിയില്ല, കാരണം നമുക്കറിവായിട്ടില്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും ചേരുന്നു. സമീർ, ഫറൂഖിൽ കുടുംബം കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ഈ മോചനം നടക്കും എന്നുള്ളത്. പക്ഷേ ഇന്നും മാറ്റിവെച്ചു. ഇനി അടുത്ത തവണ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പോസിറ്റീവായേ പറ്റൂ ഈ കാര്യത്തിൽ. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കുടുംബം, അതുപോലെ ഈ നാടും. 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. അതുകൊണ്ട് തന്നെ മോചനം വളരെ വേഗത്തിൽ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ ഘട്ടവും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. തുടർച്ചയായ 7ാം തവണയും ഇന്ന് പോലും അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായി ഏറെ 7 തവണ പോലും മാറ്റിവെക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ മറുപടി നിയമസഹായ സമിതിക്കോ ഇവരുടെ കുടുംബാംഗങ്ങൾക്കോ ലഭിക്കുന്നുമില്ല. അതിൻ്റെ ഒരു ആശങ്കയാണ് കുടുംബം പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത, ഈ മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ്. അന്നെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് കുടുംബവും നാടും ഉള്ളത്. 2006-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം. ജന്മനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പരിപാലിക്കുകയായിരുന്നു അബ്ദുൾ റഹീം. ഇതിനിടയിൽ ആണ് ഈ കുട്ടി
അബദ്ധത്തിൽ അബ്ദുൾ റഹീമിനെ പറ്റിയിട്ടുള്ള ഒരു കൈയബദ്ധത്തിൽ ഈ കുഞ്ഞിന് മരണം സംഭവിക്കുകയും തുടർന്ന് കൊലപാതകമായാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ മോചനദ്രവ്യമായിക്കൊണ്ട് 34 കോടി രൂപ അവർ ആവശ്യപ്പെടുകയും അതനുസരിച്ച് മലയാളികളും ലോകമെമ്പാടുമുള്ള നല്ല മനുഷ്യരെല്ലാം തന്നെ സമ്മേളിക്കുകയും ആ വിഷയത്തിൽ വേണ്ടി കൈകോർക്കുകയും ചെയ്തു. അങ്ങനെ ആ 34 കോടി രൂപ നൽകുകയും ചെയ്തു. അതിനുശേഷം വധശിക്ഷ റദ്ദാക്കി. പക്ഷേ ഇപ്പോഴും ഈ ജയിൽ മോചനം സാധ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. എന്തായാലും 13-ാം തീയതി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്നെങ്കിലും മോചനം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ നാടും അബ്ദുൾ റഹീമിന്റെ കുടുംബം ഉള്ളത്. താങ്ക് യു സമീർ സി മുഹമ്മദ്. ഈ മാസം 13-ാം തീയതി കേസ് വീണ്ടും റിയാദ് കോടതി പരിഗണിക്കുമ്പോൾ റഹീമിന്റെ മോചനം നടക്കട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നു. മരണകാരണം 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുട്ടിയുടെ അമ്മ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകി. സമൂഹ മാധ്യമത്തിലൂടെ മകൻ മിഹിറിന്റെ ആത്മഹത്യ പ്രതീകവൽക്കരിച്ചതിനെതിരെയാണ് അമ്മ രംഗത്തെത്തിയത്. പ്രചരിക്കുന്നത് എന്തുതരം പരിഹാസ വീഡിയോ ആണെന്ന് അമ്മ ചോദിക്കുന്നു. കുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരന്മാരാകാൻ സാധിക്കുന്നുവെന്നും ഇവർക്കിടയിൽ ജീവിക്കേണ്ട എന്ന എന്റെ മകന്റെ തീരുമാനം സ്വാഭാവികമെന്നും അമ്മ. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോരാട്ടം തുടരുമെന്നും മിഹിറിന്റെ മാതാവ് റജിന വ്യക്തമാക്കി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ അമ്മ മൊഴി നൽകി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും അധ്യാപകർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ആത്മഹത്യയ്ക്ക് കാരണക്കാർ 3 സംഘങ്ങളാണെന്നും വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ആലുവ ഡിഇഒയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷ നടക്കുന്നതിനാൽ സ്കൂളിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ പോലീസിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞില്ല. 24 കൊച്ചി. സമീർ ബിൻ കരീം ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. മതിയായ രേഖകളില്ലാത്ത ഒരു ബംഗ്ലാദേശ് സ്വദേശിയെ പിടിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം. ബംഗ്ലാദേശ് സ്വദേശി സാമിജിൽ ഹക്ക് 30 വയസ്സുള്ള പ്രായമുള്ള ഇയാളെ കൊണ്ടോട്ടി പോലീസാണ് പിടിച്ചത്. ടൂറിസ്റ്റ് വിസയിൽ എത്തിയ ഇയാൾ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയില്ല. ഇയാളെ പോലീസ് അകമ്പടിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ എത്തിക്കുമെന്ന് പോലീസ് പറയുന്നു. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പിന് ഇന്ന് അറസ്റ്റിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ശ്രീതുവിനെ ഇന്ന് റിമാൻഡ് ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്ത് ബാലരാമപുരം സ്വദേശിയിൽ നിന്ന് 10 ലക്ഷം തട്ടിയെന്ന കേസിലാണ് ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു നടപടി. റൂറൽ എസ്പിയുടെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവര് പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയോടെ വൈദ്യപരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. ഞങ്ങൾ ഇതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടോ റിക്രൂട്ട്മെന്റ് ബന്ധപ്പെട്ടോ നമ്മൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഇത് വ്യാജരേഖ ചമച്ചാണ് ഇതിൽ കക്ഷിയായ ഈ കുറ്റവാളി ഇത് ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ, എഫ്ഐആറിന്റെ സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ഈ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ രാത്രി 9:30 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന കലികാലത്തിൽ എങ്ങനെയാണ് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കുന്നു സൂരജ് ആർ മാറനാട്. സൂരജ്, പുതിയ ആളുകൾക്കൊക്കെ അതിന് സാധ്യതയുണ്ട്. എല്ലാ ഞായറാഴ്ച 1 മണിക്കൂർ ദൈർഘ്യത്തിൽ 9:30 മണിക്കായിരിക്കും ഈ പരിപാടി സംപ്രേഷണം ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫ്ലവേഴ്സിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ സഹിതം അപേക്ഷകൾ അയക്കുക. അപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും ഒക്കെ അവസരം ഈ പരിപാടി നൽകും. കണ്ണൂരിൽ മരിച്ച ADMK നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ പരാമർശത്തിൽ MV ജയരാജൻ വിശദീകരണവുമായി വന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിവാദമായതോടെയാണ് പുതിയ വിശദീകരണം. വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു. വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും MV ജയരാജൻ. ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ CPIM ജില്ലാ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വാർത്തയും കിട്ടാത്തതിനെ തുടർന്ന് വാർത്താ ദാരിദ്ര്യത്തെ തുടർന്നുള്ള ആത്മവഞ്ചന വാർത്തയാണത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. സജോ,
ശരിക്കും അദ്ദേഹം ആരോടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് വി പി ദിവ്യയുടെ കാര്യത്തിൽ? പിന്നീട് അഭിപ്രായം മാറ്റാനുണ്ടായ സാഹചര്യവും എന്തായിരുന്നു? ഇന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബ്രീഫിംഗ് വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് തന്നെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ ചോദ്യങ്ങളെ നേരിട്ട ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിങ്ങനെയാണ്: ADMന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പരാമർശം തന്നെയാണെന്ന് സമ്മതിക്കും വിധമായിരുന്നു ആ പരാമർശം. ADMന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമാണെന്നത് സത്യമാണ്. അതുകൊണ്ട് അത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടിക്ക് ഇന്നും ഉള്ളത് എന്നത് അദ്ദേഹത്തിൻ്റെ പരാമർശമായിരുന്നു. പക്ഷേ പിന്നാലെ അത് വാർത്തയാവുകയും അതിലെ പിഴവ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കാരണം കണ്ണൂരിലെ പാർട്ടിയോ സംസ്ഥാന പാർട്ടിയോ ഇതുവരെ അങ്ങനെ ഒരു നിലപാട് ദിവ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. ദിവ്യയുടെ പ്രസംഗം അനവസരത്തിലുള്ളതും അനുചിതമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇതുപോലെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതൊരു വസ്തുതയാണ്. മറ്റൊന്ന്, അപ്പീൽ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ CBI അന്വേഷണം സംബന്ധിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പരാമർശം വന്നത് വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തു. പിന്നാലെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ തിരുത്ത്, തനിക്ക് ആ വാക്കുകളിൽ പിഴവ് പറ്റി എന്ന് അദ്ദേഹം പറയുന്നില്ല. പകരം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ തൻ്റെ വാക്കുകളെ, പരാമർശങ്ങളിലെ വാചകങ്ങളെ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടി നിലപാടിൽ എന്തെങ്കിലും മാറ്റമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തൻ്റെ വാക്കുകളെ അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തും വിധമുള്ള പ്രചാരണം സംഘടിപ്പിക്കുന്നു. പാർട്ടി നിലപാടിൽ മാറ്റമില്ല. കേസ് പോലീസ് അന്വേഷിക്കുകയാണ്. ADMന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിന്മേലുള്ള കേസാണ് പുരോഗമിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പരാമർശിച്ചത്. അതിലെ ഒരു വാചകം മാത്രം അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനം ബ്രീഫിങ്ങിൻ്റെ ഭാഗമായി നടത്തിയപ്പോൾ നാക്കുപിഴ സംഭവിച്ചു എന്നതാണ്. അതിൽ തിരുത്തിനു പകരം അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിന് മുന്നോടിയായും താൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദിവ്യയും മാധ്യമങ്ങൾ വേട്ടയാടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഭാഗം നൽകാതെ ഇതുമാത്രം നൽകുന്നു, അതുവഴി തെറ്റിദ്ധാരണ പടർത്തുകയാണ് എന്ന വിശദീകരണം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ചോദ്യങ്ങളെ നേരിട്ടത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് അത് വലിയ ചർച്ചയായി വളർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് തളിപ്പറമ്പിൽ CPM കേന്ദ്ര ബജറ്റിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചത്. ഓക്കെ, താങ്ക് യു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ എം വി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം പറഞ്ഞെടുത്ത് ഉറച്ചു തന്നെ നിൽക്കുന്ന രീതിയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദമായതോടെയാണ് അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായത്. വാക്കുകൾ അടർത്തിയെടുത്തു, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൻ പറയുന്നു, ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്. ഞാൻ എഴുത്ത് നിർത്തി, ആരും വായിക്കുന്നില്ല, പിന്നെന്തിനാ എൻ്റെ കണ്ണാ, അങ്ങനെ നിരാശപ്പെട്ട് പോയി കളയരുത്. ഇപ്പോഴൊരു വാർത്ത ടോബി ജോൺസൺ അറിയിക്കുന്നു. കോട്ടയം കുറിച്ചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു യുവാവിന് അന്ത്യം സംഭവിച്ചു. അസമിലെ ലളിതാണ് മരിച്ചത്. 24 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പ്രതി അസം സ്വദേശി വിജയകുമാറിനെ ചിങ്ങവനം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. മദ്യപാനത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ തലയ്ക്ക് അടിയേറ്റതാണ് മരണകാരണം. മൃതദേഹം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു. ടോബി, എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? കുർച്ചിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അസം സ്വദേശിയായിട്ടുള്ള ലളിത് 24 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രതിക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലാണെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 7:30 കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. കുറിച്ചി മന്ദിരത്തിലെ മുത്തത്ത് കടവിലെ സ്ഥാപനത്തിലാണ് ഈ മരിച്ച ലളിത് ജോലി ചെയ്തിരുന്നത്. ഒപ്പം താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുമായി ലളിത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് തലയ്ക്ക് അടിയേറ്റാണ് ഈ ലളിത് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിങ്ങവനം പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കും കടന്നിട്ടുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ കോൺക്രീറ്റ് തട്ട് പൊളിഞ്ഞു വീണ് അപകടമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റു. ഈ രണ്ടാളുകൾ കോൺക്രീറ്റിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയമുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം? പറയൂ.
SKN ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ 4-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വണ്ടി ഉപയോഗിച്ച് മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. 4 പേർക്ക് പരിക്ക് പറ്റിയ 4 പേരെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 2 പേർ ഈ കോൺക്രീറ്റിനടിയിൽ ഉണ്ടോ എന്നൊരു സംശയം ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നൊരു ധാരണ നാട്ടുകാർക്ക് വന്നിട്ടില്ല. നിലവിൽ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണതുകൊണ്ട് തന്നെ അതിന് താഴത്തായിരിക്കാം ഇവർ ഉള്ളതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇവരെ മാറ്റാനുള്ള ശ്രമം നിലവിൽ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും അവിടുത്തെ നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സ്വകാര്യ ബിൽഡിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻവശത്ത്, അതായത് ഈ ബിൽഡിംഗിന്റെ മുൻവശത്തായി ഒരു ഐസ്ക്രീം നിർമ്മാണ ഷോപ്പ് അടക്കമുണ്ട്. അതിന് പിന്നിൽ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഇന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം എങ്ങനെ പറ്റി എന്നുള്ളൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ്. അപകടം ഉണ്ടായ ഘട്ടത്തിൽ ഈ 4 പേരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ അപ്പോൾ തന്നെ സ്വീകരിച്ചിരുന്നു. അതിൽ ബാക്കി 2 പേരെ കാണുന്നില്ല എന്നൊരു സംശയമാണ് ആളുകൾ പ്രകടിപ്പിച്ചത്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയതാണ്. ഈ കെട്ടിടം ആരുടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ഒപ്പം അപകടം സംഭവിച്ച പശ്ചാത്തലവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മുൻകരുതലൊക്കെ എടുക്കാറുള്ളതാണ് ഇത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ആർക്കും ഒരു ധാരണ വന്നിട്ടില്ല. ഫയർഫോഴ്സ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഈ 2 പേർ അടിയിലുണ്ട് എന്നൊരു സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യുന്നത്. കോൺക്രീറ്റ് പാളിക്ക് അടിയിൽ ആളുകൾ ഇല്ലാതിരിക്കട്ടെ, അഥവാ ഉണ്ടായാൽ തന്നെ അവർക്ക് പരിക്കൊന്നും ഏൽക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിൻ്റെ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയും. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ കലികാലം. അർജു പറയുന്നു, ചേട്ടനെ ഇതേ ആദർശം സ്വയം പാലിച്ചാൽ മതി. പറയുന്നത് ഭൈരവൻ കണ്ണൂരിനോട് എന്നോടല്ല, ബാക്കിയുള്ളവർ ഇടുന്നത് വെറുപ്പിക്കലെന്ന് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ താങ്കൾക്ക് ആരാണ് അവകാശം തന്നത്? ശകട കമൻറ്റ് ബോക്സിൽ ശകട വരുന്നു. പരമാവധി ശകട ഒഴിവാക്കി കുടുംബം പോലെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് നിങ്ങളോട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഇനി വാൽക്കഷണം. ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ ഉന്നതകുല ജാഥർ വന്നാൽ ആ വിഭാഗത്തിന് ഉന്നമനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പലരും രംഗത്ത് വന്നു. വിമർശനങ്ങൾ ഉയർന്നതോടെ മന്ത്രി പ്രസ്താവന പിൻവലിച്ചു. മന്ത്രിയെ തിരുത്തിയത് വിമർശനങ്ങളാണോ? കാണാം നമുക്ക് വാൽക്കഷണം. എന്തെന്ന് സുരേഷ് ഗോപിനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? മൂപ്പരാരെങ്കിലും കണ്ടോ എവിടെയും? എടുത്തിട്ട് പെരുമാറുക അത്രേ. ആരൊക്കെ പെരുമാറിയത്? കുറെ കൂടി രാഷ്ട്രീയ രംഗത്ത് പരിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പെരുമാറി കഴിഞ്ഞവര് മാറിക്കൊടുക്കും, അടുത്ത ആള് വന്ന് പെരുമാറട്ടെ. സുരേഷ് ഗോപി ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓ, പച്ച മലയാളത്തിൽ പറഞ്ഞാല് സുരേഷ് ഗോപിക്ക് ഒന്നും അറിയില്ലാന്ന്. അടുത്തത് പോട്ടെ, റെഡിയായി നിൽക്കണ അടുത്ത ആള് വരട്ടെ. സ്വന്തം മനസ്സ് എത്രയുണ്ട് വികൃതമാണ് എന്നാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇക്കണ്ട ആൾക്കാരൊക്കെ പെരുമാറിയിട്ടും തിരിച്ചൊന്നും പെരുമാറാന് മൂപ്പര സൈഡിൽ ആരും ഇല്ലേ? മറ്റുള്ളവരുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് മോശമായി. ഒരു വാക്ക് തിരിച്ചു പറയാന് ആരും വരാത്തത് മോശമായി. നമസ്തേ. സുരേഷ് ഏട്ടാ, സുരേന്ദ്രേട്ടൻ വന്ന് നന്ദി പറഞ്ഞു പോയിട്ടോ. നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്. നമസ്തേ. ആയിക്കോട്ടെ. അല്ല, ഈ പെരുമാറാൻ ഇപ്പൊ എന്തിയ പ്രശ്നം ഉണ്ടായി? ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. പക്ഷെ അത് കൊടുത്തില്ല. നമ്മളിപ്പോ എന്തായാലും ചെയ്യാ. BJP പ്രധാനമന്ത്രിക്കും ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് കൊടുക്കായിരുന്നത്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിന് നമ്മളാരെയും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് മൂപ്പര് വേറൊരു ഐഡിയ പ്രയോഗിച്ചു നോക്കിയത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഉന്നത കുലജാതിയിലുള്ളവരെ ട്രൈബൽ മന്ത്രിയാക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ ആദിവാസികളുടെ പ്രശ്നമൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലാതെ തന്നെ ഇവർക്ക് അനുഭവിച്ച് പരിചയം ഉണ്ടാവുമല്ലോ. ഈ ചിന്തയും വെച്ച് റോട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങിയതേ സുരേഷ് ഗോപിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നാനാ ഭാഗത്തുനിന്നും പെരുമാറലും ഇങ്ങോട്ട് വന്നപ്പോൾ മൂപ്പർക്ക് കാര്യം തിരിഞ്ഞു. ഇത് കേട്ടു, ചിന്തിച്ചു, വിലയിരുത്തി, വകവച്ചു, മുഖവിലക്കെടുത്തു. ചുരുക്കി പറഞ്ഞാല് സംഗതി നടക്കൂലെന്ന് വൈകുന്നേരം ആയപ്പോക്ക് മനസ്സിലായില്ലേ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ
ഞാൻ പിൻവലിക്കുന്നു. ഇതുപോലെ പെരുമാറലുകൾ ഏറ്റുവാങ്ങാൻ എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഇവിടെ വരെ ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യും.